പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാളെ വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങല്ലോ അല്ലെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്. സഭയിലെ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഭക്തി മാർഗ പ്രവേശിക. അതിലൊരു കോട്ടാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഇന്ദ്രിയ നിഗ്രഹങ്ങളാൽ ജഡത്തെ അടിച്ചമർത്തിയില്ല എങ്കിൽ ആത്മാവിന് ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് ഉയരാൻ സാധിക്കുകയില്ല. നമുക്ക് സഹോദരങ്ങളെ, നോമ്പിന്റെ ഒരു കാലഘട്ടമല്ലേ ഇത്. ശരിക്കും ഒരു വലിയൊരു വിശുദ്ധനാണ് സഭയുടെ. അദ്ദേഹം പറയാണ്, ഇന്ദ്രിയ നിഗ്രഹങ്ങളാൽ ജഡത്തെ അടിച്ചമർത്തിയില്ലെങ്കിൽ ആത്മാവിനൊരിക്കലും ദൈവത്തെങ്കിലേക്ക് ഉയരാൻ സാധിക്കുകയില്ല. അതുകൊണ്ടല്ലേ നമ്മൾ നോമ്പെടുക്കുക, ഉപവാസം എടുക്കുക എന്ന് പറയുമ്പോൾ ഭക്ഷണകാര്യങ്ങളിൽ മാത്രമല്ല, ഭക്ഷണകാര്യങ്ങളിൽ നോമ്പെടുക്കണം. ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്താണോ എന്റെ ഇഷ്ടങ്ങള്, ചില ഇഷ്ടങ്ങളെ വേണ്ടാന്ന് വെക്കുമ്പോ തന്നെയാണ് പ്രിയ സഹോദരങ്ങൾ, അതാണ് ജഡത്തെ അടിച്ചമർത്തുന്നില്ലെങ്കിൽ ആത്മാവിനൊരിക്കലും ദൈവത്തെങ്കിലേക്ക് ഉയരാൻ സാധിക്കില്ല. നമ്മുടെ പൂർവികർക്ക് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് സഹോദരങ്ങൾ അവർ നോമ്പും കാര്യങ്ങളൊക്കെ വളരെ കർശനമായിട്ട് അവരെടുത്തിരുന്നത്. അവർക്ക് അറിവ് കുറവുള്ളത് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ഈ ആത്മീയ പരിജ്ഞാനം അവർക്കുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങൾ, നമ്മൾ നോമ്പിന്റെ പുണ്യപ്പെട്ട ദിവസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കുറെ കൂടി ഉണർവോട് കൂടിയിട്ട് നമ്മുടെ ബലിയർപ്പണങ്ങൾ, നമ്മുടെ ജപമാലകളൊക്കെ കുറെ കൂടി തീക്ഷ്ണതയോടെ പങ്കെടുക്കുവാൻ, കുറെ ഒരു വചനം വായിക്കുമ്പോൾ കുറെ കൂടി ആഗ്രഹത്തോടെ വചനം വായിക്കാനൊക്കെ ആയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ നമ്മുടെ സെന്ററിൽ നാളെ തുടങ്ങിയിട്ടുള്ള 4 ആഴ്ചകൾ, 26-ാം തീയതിയാണ് അതിന്റെ അവസാനത്തെ ആഴ്ച, നാലാമത്തെ ആഴ്ച. അതിൽ വിദ്യാർത്ഥിനികൾ, അതുപോലെ തന്നെ യുവാക്കന്മാർ, പ്രത്യേകിച്ച് യുവദമ്പതികൾ, കുഞ്ഞുങ്ങളില്ലാത്ത യുവദമ്പതികൾക്ക് വേണ്ടി. അതുപോലെ വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്, 12, അതുപോലെ തന്നെ ഡിഗ്രി കോഴ്സുകൾ. അപ്പോൾ അവർക്ക് എവിടേക്കാണ് തിരിയേണ്ടതെന്നൊക്കെ ശരിക്കും ഇപ്പം പഠനമൊക്കെ ശരിക്കും ആരംഭിക്കണം. അതുപോലെ തന്നെ എങ്ങോട്ട് പോകേണ്ടത് ഏതാണെന്നൊന്നും ചിലപ്പോൾ ഒരു അന്തവും ഇല്ലാത്ത കുട്ടികളൊക്കെ കുറേ പേരുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ചുകൂടി മുതിർന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ യുവദമ്പതികൾക്ക്, അവർ പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത യുവദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 4 ആഴ്ചകൾ പ്രത്യേക മന്ദിരത്തിൽ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും ഈ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒരു നിയോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എന്നേക്കും ആമേൻ.